ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിൽ നമ്മളെ ചാറ്റ് അത് ബാക്കപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതായത് വേറൊരു മൊബൈലിലേക്ക് നിങ്ങളെ വാട്സപ്പും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ചാറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതില്ലാതെ നിൽക്കാൻ വേണ്ടി നമുക്ക് ബാക്കപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. കറക്റ്റ് എല്ലാ മെസ്സേജുകളും നമുക്ക് അതിൽ തന്നെ ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഒരുപാട് ആൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടുത്തെ മുകളിലായിട്ട് നിങ്ങളെ മാനുവലിലുള്ള സൈഡിൽ 3 ഡോട്ട് കാണാം. ഈ 3 ഡോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൻ്റെ ഭാഗം ഇവിടെ വരും. ആ ഭാഗത്ത് നേരെ താഴെ ആയിട്ട് അക്കൗണ്ട് കഴിഞ്ഞിട്ട് 3ാമത്തെ ചാറ്റ് എന്നുള്ള ഭാഗത്ത് ഈ ചാറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരെ താഴെ ഭാഗത്ത് ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഇത് കാണാം. ഇവിടെ ചാറ്റ് ബാക്കപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗം കാണാം. ഗൂഗിൾ അക്കൗണ്ട് അവിടെ നിങ്ങളെ അക്കൗണ്ട് ജിമെയിൽ അഡ്രസ്സ് ഏതാണോ എന്നുള്ളത് കറക്റ്റ് നിങ്ങളവിടെ അടിച്ചു കൊടുക്കണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാനുള്ള ഭാഗം അവിടെ ഓപ്പണായി വരും. അപ്പോൾ ആ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ പ്ലേ സ്റ്റോർ നിങ്ങളിപ്പോൾ വേറെ സെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലേ സ്റ്റോറിലും സെയിം ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഈ സെയിം ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് ബാക്കപ്പ് എന്നുള്ള ഭാഗത്തുണ്ട്. ആ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട. അപ്പോൾ അതിങ്ങനെ ബാക്കപ്പ് ആവും. ജസ്റ്റ് ബാക്കപ്പ് എന്ന് കൊടുത്താൽ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ ബാക്കപ്പ് വന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് മാനുവലായി ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ താഴെ കാണാം ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവ്, ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഡെയിലി ബാക്കപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ദിവസം ബാക്കപ്പ് ആവും. അതേപോലെ വീക്കിലി ആണെങ്കിൽ ആഴ്ചയിൽ ബാക്കപ്പ് ആവും. അതേപോലെ മന്ത്ലി ഏതും കൊടുക്കാം. അപ്പോൾ ഞാനൊക്കെ ഡയറിയാണ് കൊടുത്തത്. നിങ്ങൾക്ക് താല്പര്യം പോലെ ചെയ്യാം, ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി തീരെ ബാക്കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നെവർന്ന് കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇങ്ങനെ ഡെയിലി ബാക്കപ്പ് അതിൽ വരും. നമ്മൾ എല്ലാ ദിവസത്തുള്ള ചാറ്റിങ് ഓരോ ടൈം അനുസരിച്ചിട്ട് ബാക്കപ്പ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അത് നിങ്ങൾ മൊബൈൽ ഡാറ്റയിൽ കൊടുക്കുക, അതേപോലെ വൈഫൈയിലും കൊടുക്കാം. വൈഫൈയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസുകളും ബാക്കപ്പ് ആവണമെന്നാണ് ചോദിച്ചത്. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കപ്പ് ടു സെല്ലുലാർ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളെ വൈഫൈ അല്ലാത്ത നിങ്ങളെ മൊബൈൽ ഡാറ്റയിലും ഇത് ബാക്കപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഇതിലുള്ള സെറ്റിങ്സ് ചെയ്യാനുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. എന്നാൽ ജസ്റ്റ് ബാക്ക് പോവാം, വേറൊന്നും ചെയ്യണ്ട. ഇനി നമ്മൾ മൊബൈൽ അതായത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി ആ വാട്സപ്പിന് വേണ്ടാന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ബാക്കപ്പ് ഫുൾ ആയതിനു ശേഷം നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് തന്നെ റീസ്റ്റോർ എന്നുള്ള ഭാഗം വരും. അപ്പോൾ ആ റീസ്റ്റോർ എന്നുള്ള ഭാഗം ഇപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കാണിക്കുക. റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നിങ്ങളുടെ ചാറ്റൊക്കെ ബാക്കപ്പായി വരും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നില്ല, അപ്പോൾ ബാക്കപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, വേറൊന്നുമില്ല. ഇത്ര മാത്രമേ ഉള്ളൂ ബാക്കപ്പിൻ്റെ ഓപ്ഷൻസ്. സെയിം ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇമെയിൽ അഡ്രസ്സിലേക്ക് ബാക്കപ്പ് ഫുള്ളാക്കി എടുക്കുക, വേറെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.